നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മറ്റൊരു നാഴികക്കല്ലുകൂടി നാട്ടിയിരിക്കുകയാണ് DRDO. അത് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിന്റെ രണ്ടാം ഘട്ട പരീക്ഷണം വിജയകരമായി നടത്തിക്കൊണ്ടായിരുന്നു. ഇതുവഴി ശത്രുക്കളുടെ ഏതൊരു ആണവ ആക്രമണവും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഈ നിർണായക നേട്ടത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. നമുക്ക് നേരെ പ്രയോഗിക്കപ്പെടുന്ന മിസൈൽ ആക്രമണമോ വ്യോമാക്രമണമോ എന്തുമായിക്കോട്ടെ അവയെ എങ്ങനെ വിജയകരമായി പ്രതിരോധിക്കാം എന്നതായിരുന്നു പരീക്ഷണം. ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി സാങ്കല്പികമായ ഒരു യുദ്ധ സാഹചര്യം തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ ആദ്യ പടിയെന്നോണം നമ്മൾ തന്നെ ഒരു ടാർഗറ്റ് മിസൈൽ തൊടുത്തുവിട്ടു. ഇതിനെ തിരിച്ചറിയാനായി കരയിലും കടലിലും തയ്യാറാക്കിയിരുന്ന റഡാർ സിസ്റ്റത്തിൽ ഈ മിസൈൽ തെളിഞ്ഞു. തുടർന്ന് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലേക്ക് സിഗ്നൽ ലഭിച്ചു. പിന്നീട് ഒട്ടും വൈകാതെ തന്നെ പ്രതിരോധ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുകയായിരുന്നു. ഈ മിസൈലിന് ആദ്യം തൊടുത്തുവിട്ട മിസൈലിനെ വിജയകരമായി തകർക്കാൻ കഴിഞ്ഞു. ആദ്യ ടാർഗറ്റ് മിസൈൽ തൊടുത്തുവിട്ട് വെറും 4 മിനിറ്റ് സമയം കൊണ്ടാണ് നമ്മുടെ പ്രതിരോധ മിസൈലിന് ഇതിനെ തകർക്കാൻ കഴിഞ്ഞത്. ടാർഗറ്റ് മിസൈലിനെ തിരിച്ചറിഞ്ഞതും മുന്നറിയിപ്പ് കൈമാറിയതും ട്രാക്ക് ചെയ്തതും ഇതിനെ തകർക്കാൻ ഉപയോഗിക്കേണ്ട ശരിയായ ബാറ്ററി തിരഞ്ഞെടുക്കലും ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളും ഈ ബാലിസ്റ്റിക് ഡിഫൻസ് സിസ്റ്റം സ്വയം എടുക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഒരു ആണവ മിസൈൽ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ലഭിക്കുക വെറും 5 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വെറും 4 മിനിറ്റ് സമയം കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് DRDOയ്ക്ക് ഈ നേട്ടം നാഴികക്കല്ലാവുന്നതും. ഈ വിജയത്തിലെ 4 നിർണായക ഘടകങ്ങൾ പരിശോധിക്കാം. ആദ്യത്തേത് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റത്തിലെ ലോങ് റേഞ്ച് സെൻസറുകളാണ്. രണ്ടാമത്തേത് അതിവേഗ കമ്മ്യൂണിക്കേഷൻ സംവിധാനം. മൂന്നാമത്തേത് മിസൈൽ കൺട്രോൾ സെന്റർ. നാലാമത്തേത് ഇന്റർസെപ്റ്റർ മിസൈലിന്റെ കൃത്യത. ഇതെല്ലാം നവീകരിക്കുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നമ്മുടെ DRDO വിജയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം വരാം. നമ്മുടെ രാജ്യത്തിന് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇല്ലായിരുന്നോ എന്ന്. അതിന്റെ ഉത്തരം പ്രതിരോധ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. മാത്രവുമല്ല ലോ റേഞ്ച് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ളവയായിരുന്നു അവ. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ മിസൈൽ ഡെവലപ്മെന്റ് സിസ്റ്റം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തത്. ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കീഴിൽ 2 സംവിധാനങ്ങളുണ്ട്. ഒന്നാമത്തേത് ഭൂമിയുടെ വായുമണ്ഡലത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തേത് പ്രവർത്തിക്കുന്നത് ഭൂമിയുടെ വായുമണ്ഡലത്തിന് പുറത്താണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 40 കിലോമീറ്റർ ഉയരം വരെയാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തേത് 40 മുതൽ 180 കിലോമീറ്റർ ഉയരം വരെ പോകുന്നവയാണ്. പുതിയ ഈ നേട്ടം സ്വന്തമാക്കിയതോടെ ഇത്തരത്തിലുള്ള 2 കാറ്റഗറിയിൽപ്പെടുന്ന മിസൈലുകളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ച DRDOയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർത്തീകരിക്കുന്നു. ജയ് ഹിന്ദ്.